വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ വീണ്ടും ലംഘിച്ചെന്ന് ഇന്ത്യ. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായത് അപലപനീയമായ നടപടിയാണ്. പാക് ആക്രമണത്തിന് ഇന്ത്യൻ സേന ശക്തമായ തിരിച്ചടി നൽകിയെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘനം തുടർന്നാൽ ശക്തമായി നേരിടാൻ സേനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വിക്രം മിശ്രി രാത്രി പുറപ്പെടുവിച്ച വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തമ്മിലുണ്ടാക്കിയ ധാരണയുടെ ആവർത്തിച്ചുള്ള ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ലംഘനങ്ങൾക്ക് സായുധ സേന ഉചിതമായ മറുപടി നൽകുന്നുണ്ട്. ഇത്തരം നടപടികളെ ഇന്ത്യ വളരെ ഗൌരവത്തോടെയാണ് കാണുന്നത്. പാകിസ്ഥാൻ ഉത്തരവാദിത്തത്തോടെയും ഗൌരവത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഇന്ത്യൻ സൈന്യം ശക്തമായ ജാഗ്രത പുലർത്തുന്നുണ്ട്. അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ആവർത്തിച്ചുള്ള ലംഘനങ്ങളെ ശക്തമായി നേരിടാൻ സൈന്യത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ടെന്നും വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി. പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്നും ശ്രീനഗറിൽ നിന്നും സ്ഫോടന ശബ്ദങ്ങൾ തുടർച്ചയായി കേട്ടതായും ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ ആരോപിച്ചിരുന്നു. വെടിനിർത്തൽ എന്ന് പറഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത്? ശ്രീനഗറിലുടനീളം സ്ഫോടനങ്ങൾ കേട്ടു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ്. പാകിസ്ഥാൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യയിലെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയെ തുടർന്നാണ് വെടിനിർത്തലിന് ധാരണയായത്. ശനിയാഴ്ച വൈകിട്ട് 5 മണി മുതലാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. ധാരണകൾ കാറ്റിൽ പറത്തി പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ഇന്ത്യ പറയുന്നു. പാകിസ്ഥാൻ ഉത്തരവാദിത്തത്തോടെ പെരുമാറാൻ തയ്യാറാകണമെന്നും സാഹചര്യം മനസ്സിലാക്കണമെന്നും മിശ്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെടിനിർത്തൽ ധാരണകൾക്ക് വിപരീതമായ സാഹചര്യമാണ് അതിർത്തിയിലെന്നും കേന്ദ്രം കുറ്റപ്പെടുത്തി. ജമ്മുവിലെ നഗ്രോത്തയിൽ വെടിവയ്പുണ്ടായെന്ന് സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരാൾക്ക് പരിക്കേറ്റു. സൈനിക കേന്ദ്രത്തിന് നേരെയാണ് നഗ്രോത്തയിൽ വെടിവയ്പുണ്ടായത്. വെടിനിർത്തൽ ലംഘിച്ചിട്ടില്ലെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി പറയുന്നു. നിയന്ത്രണ രേഖയിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ച പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 25 പേരാണ്. കഴിഞ്ഞ 4 ദിവസത്തിനിടെ ഉണ്ടായ ഷെല്ലാക്രമണത്തിലാണ് 25 പേർ കൊല്ലപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രി നടത്തിയ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ 2 വയസ്സുള്ള പെൺകുട്ടിയും കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയും കശ്മീരിലെ ഗുരേസിലും ഉറി സെക്ടറിലും പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ച ഷെല്ലാക്രമണമുണ്ടായി. കഴിഞ്ഞ ദിവസം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് ധാരണയായതോടെ അതിർത്തിയിലെവിടെയും ഷെല്ലാക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ ഡ്രോൺ പ്രവർത്തനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹരാമി, നാല, ജഖൌ എന്നിവിടങ്ങളിൽ 6 ഡ്രോണുകളും ഖാവ്ഡയ്ക്ക് സമീപം 3 ഡ്രോണുകളും കണ്ടെത്തി. കച്ചിലുടനീളം പൂർണ്ണമായ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു. ഭുജിൽ സൈറനുകൾ മുഴങ്ങി. കച്ചിൽ നിരവധി ഡ്രോൺ ദൃശ്യങ്ങൾ സ്ഥിരീകരിച്ച സൂറത്ത് MLA ഹർഷ് സംഘവി പരിഭ്രാന്തരാകാതെ സുരക്ഷിതരായിരിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പഞ്ചാബിലെ മോഗയിലും പൂർണ്ണമായ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തി. ജമ്മു കശ്മീരിലെ റിയാസി ജില്ലയിലും ഡ്രോൺ ദൃശ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ശ്രീനഗറിന് ശേഷം ഗന്ദർബാലിലും 1-ലധികം ഡ്രോണുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ബിക്കാനീർ, ഹനുമാൻഗഡ്, ജോധ്പൂർ എന്നിവയുൾപ്പെടെ രാജസ്ഥാനിലെ നിരവധി അതിർത്തി ജില്ലകളിൽ നിന്ന് ബ്ലാക്ക് ഔട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.